Hi, hello, and good afternoon, everyone, to the live sessions from Tiju's Academy. This is Swapna, and I'm one of the IELTS trainers here at Tiju's Academy, Tiruvalla. So, എന്നത്തെയും പോലെ ടാസ്ക് 1 ആണ് IELTSൻ്റെ റൈറ്റിംഗ് ടാസ്ക് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ യു ഫോർ ഓൾ ദ പാർട്ടിസിപ്പൻസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാപ്പാണ്. ഓക്കെ, സോ നമ്മളിതിന് മുമ്പ് ടാസ്ക് 1 ഡിസ്കസ് ചെയ്തപ്പോൾ മാപ്പ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. സോ കൺസിഡറിങ് ദാറ്റ് അത് നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട്, കാരണം അതിനകത്ത് ഈ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് ഒരു വൊക്കാബുലറി കുറച്ച് സ്ഥിരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറേ വൊക്കാബുലറി എല്ലാവരുടെയും മൈൻഡിലുണ്ട്. അത് തന്നെ പിന്നെയും ഏത് കോണ്ടെക്സ്റ്റിലും യൂസ് ചെയ്യുന്ന ഒരു രീതി കണ്ടു, അത് പല രീതിയിലായിട്ട് കാണുന്നുണ്ട്. സോ അതിൻ്റെ ബേസിസിലാണ് ഇന്ന് ഈ ഒരു ഡിസ്കഷൻ പോകാമെന്ന് വിചാരിച്ചത് തന്നെ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ യൂസ്ഫുൾ തിങ് ഫോർ ഓൾ ഓഫ് യു. ആൻഡ് ലെറ്റ്സ് ബിഗിൻ അവർ സെഷൻ. സോ IELTS Writing Task 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ദോസ് ഹൂ ഡെഫിനറ്റ്ലി ഹാവ് ഇഷ്യൂ വിത്ത് റൈറ്റിംഗ് ടാസ്ക് ദിസ് മാപ്പ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ മാപ്പ് ഡിസ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ പലർക്കും പല രീതിയിലുള്ള സ്ട്രഗിൾസ് ആണുള്ളത്. Okay, so we will be discussing the whole chapter for all of you, right? Okay, so let's begin. So, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ പലപ്പോഴും പല പ്രീവിയസ് സെഷൻസിലൊക്കെ സ്ഥിരമായി പറയുന്നൊരു കാര്യം തന്നെയാണ്. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ റിമൈൻഡ് ഇറ്റ് ടു യു വൺസ് അഗെയിൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാസ്ക് 1 ചെയ്യുമ്പോൾ the main thing that you should bear in your mind is that you should either describe and mention all the changes or the differences. Okay? ഈ രീതിയിലാണ് നമ്മൾ ഒരു ചാർട്ട്, അത് മാപ്പ് മാത്രമല്ല, അതിപ്പോൾ പൈ ചാർട്ടായാലും ബാർ ചാർട്ടായാലും ലൈനുണ്ട്, ടേബിളുണ്ട്, നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? സോ ഇവിടെയൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. either you should be mentioning the differences or you can also mention the changes. അപ്പോൾ എവിടെയാണ് ചേഞ്ചസ് വരുന്നത്, എവിടെയാണ് ഡിഫറൻസസ് വരുന്നത്, അല്ലേ? ഒരു കമ്പാരിസൺ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്യും, അല്ലേ? കമ്പാരിസൺ ചെയ്യുന്ന എന്താണ്, 2 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് തമ്മിലാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഓക്കെ, ചേഞ്ചസ് വരുമ്പോഴോ ഓരോ വർഷം ഉണ്ടാവുന്ന സെയിം സബ്ജക്റ്റിന് ഓരോ വർഷം ഉണ്ടാവുന്നത് ചേഞ്ചസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതേ സബ്ജക്റ്റിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഓക്കെ ലെറ്റ്സ് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് എ ബാർ ചാർട്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ബാർ ചാർട്ടിൽ ഇപ്പം ഞാൻ പറയുകയാണ് 1990 ഒരു ഡിസ്ക്രിപ്ഷനും തരുന്നുണ്ട്, 1995 ഡിസ്ക്രിപ്ഷനുണ്ട്, അങ്ങനെ 5 years ഗ്യാപ്പിൽ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1990 ആണ് നിങ്ങൾക്ക് ആദ്യം കാണാവുന്നത്. 1990 നിന്ന് നമ്മൾ 1995 പോയിരുന്നു, 1995 നിന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു 2000s. ഓക്കെ, ഓക്കെ, Okay, yes. Sorry for the interruption in between. There was a technical issue. So, I hope നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചേഞ്ചസ് വരുന്നത് നമ്മൾ ഇയർ വൈസ്, അതായത് 1995 നിന്ന് നമ്മൾ 2000s പോയി, 2000s നിന്ന് 2005 പോയി, അല്ലേ? സോ ഈ ചേഞ്ചസ് ആണത്. സെയിം സബ്ജക്റ്റ്, ഇപ്പോൾ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇതുപോലുള്ള കൺട്രീസിൽ ഈ ഇയറിലുണ്ടാവുന്നത്, അതായത് സെയിം കാര്യം തന്നെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്, പക്ഷേ ഈ ഇയറിൽ
അത് ഏത് റേറ്റിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ചേഞ്ച്. നിങ്ങൾ ഈ 3 സബ്ജക്ട്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ, സെയിം ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഡിഫറൻസ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഐഡൻറ്റിഫൈ ചേഞ്ചസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ടാസ്ക് 1. ഓൾറൈറ്റ്, സോ ഇവിടെ എന്താണ്, നമ്മൾ മാപ്പാണ് ചെയ്യുന്നത്. സോ മാപ്പിൽ നമുക്ക് ഡിഫറൻസസ് കാണാൻ സാധിക്കുമോ? ഓക്കെ, നമുക്ക് നോക്കാം. മാപ്പിൽ നമുക്ക് ഡിഫറൻസസ് ആയിരിക്കുമോ ചേഞ്ചസ് ആയിരിക്കുമോ വരുന്നതെന്നുള്ളത് ഇനി വരുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, so the map below shows the changes in an American town between 1948 and 2010. Summarize the information by selecting and reporting the main features and make comparisons where relevant. Okay, so നമ്മൾ ഇനി കാണാൻ പോകുന്നത്, you will see a plot or a particular place, American town എന്ന പ്രത്യേകിച്ച് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. So this the changes happening in that particular American town in between 2 different years adivide mention cheyyunnunde, that is 1948 and the other year is 2010. Okay, let's see that. Let's look at the question. Okay, so നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി ഒരു larger screenil ഞാനത് കാണിച്ചു തരാം. I hope you can see this, right? Yes, you can see the changes that has happened to the American town. അപ്പോൾ ആദ്യം കാണുന്ന ഇമേജ് 1948ലെയും അതുപോലെ അവിടെ 2010ലെയും 2 ഇമേജസ് ആണ് നിങ്ങൾ കാണുന്നത്. സോ വാട്ട് ഡു യു തിങ്ക്, ഇതിൽ ഇവിടെ ചേഞ്ചസ് ആയിരിക്കുമോ അതോ ഡിഫറൻസസ് ആണോ നമ്മൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. ചേഞ്ചസ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഓരോ വർഷവും ഒരേ സബ്ജക്റ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചേഞ്ചസ് ആയിരിക്കും. നമ്മൾ ഒരു സബ്ജക്റ്റ് തന്നെ 2 സബ്ജക്ട്സ് അല്ലെ 3 സബ്ജക്ട്സ് തമ്മിൽ ഉണ്ടാവുന്ന കമ്പാരിസൺ വിൽ ബി ദ ഡിഫറൻസ്. ഓക്കെ, സോ ഇവിടെ വരുമ്പോൾ ഓബ്വിയസ്ലി ആൻഡ് ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് മാപ്സ്, ഒരു മാപ്പിൽ നമുക്ക് എപ്പോഴും ചേഞ്ചസ് ആണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദെയർ വെരി മച്ച് എവിഡൻറ്റ് ഇൻ ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ്, അല്ലേ? ദാറ്റ് ഹാസ് ഹാപ്പൻ ടു അമേരിക്കൻ ടൗൺ. അപ്പോൾ ഇവിടെ ഡിഫറൻസസ് അല്ല, നമ്മൾക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ ചേഞ്ചസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, സി ഞാൻ ഈ ഒരു കഴ്സർ മൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ ഒന്ന് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. I hope you can see the cursor here, right? So the first one, ഇതെന്താണ്, 1948ലെ മാപ്പാണിത്. 1948ൽ ഈ അമേരിക്കൻ ടൗൺ എങ്ങനെയായിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, രണ്ടാമതിൽ പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് 2010ൽ കാണുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ 2 മാപ്പായി അല്ലേ? ഇനി ഇതെന്താണ്, ഈ കാണുന്നത് എന്തായിരിക്കും? ഇതാണ് ഒരു മാപ്പ് ഫങ്ഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു മാപ്പ് ഫങ്ഷൻ ചെയ്യാൻ? വി നീഡ് ഡയറക്ഷൻസ്, അല്ലേ? നമ്മൾ ഡയറക്ഷനാണ് നോക്കുന്നത്. ചില കാര്യങ്ങൾ, അല്ലേ, നമ്മൾ ഒരു കാര്യം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാപ്പ് നോക്കുന്നത്, അല്ലേ? സോ ഇത് ചില മാപ്പുകളിൽ ഇതുണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇല്ലെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ്, ലൈക്ക് യു ക്യാൻ ആഡ് the directions and നമ്മൾ സ്ട്രെയിറ്റ് ഫേസ് ചെയ്യുന്നത് ആക്ച്വലി നോർത്ത് എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ കേസ് ഞാനിപ്പോൾ പറയുന്നത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. നമ്മൾ ഈ നോർത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഡയറക്ഷൻ എല്ലാ മാപ്പിലും ഉണ്ടാവില്ല. അപ്പോൾ ചില കുട്ടികൾ, ചില സ്റ്റുഡൻസ് വിചാരിക്കുന്നത് എന്താണെന്ന് കരുതിയാൽ, ഈ ഒരു മാപ്പ് അവിടെ ഇല്ല എങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് പലരും കരുതുന്നത്. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി റോങ്. ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യു വിൽ നീഡ് ടു യൂസ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു യൂസ് ഇറ്റ്, വിച്ച് ഈസ് കമ്പൾസറി ബിക്കോസ് മാപ്സ് വർക്ക് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ്. ലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് എഴുതണമെന്നുള്ളത് നിർബന്ധമാണ്. സോ ഇത് നമ്മൾ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം?
ഓക്കെ, നിങ്ങൾ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന ശ്രദ്ധിക്കുക. 1948 എന്ന ഇയർ കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലേ? ഇതാണ്, അതായത് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ബോട്ടം ടോപ്പ് സൈഡ്, ആ ചാർട്ടിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് നോർത്തും താഴെ സ്ട്രെയിറ്റ് താഴോട്ട് വരുമ്പോൾ അത് സൗത്തുമായി. ഓക്കെ, പിന്നെ ഈ റെസിഡൻഷ്യൽ ഹൗസസ് എന്ന് കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതാണ് ഈസ്റ്റ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ഈ കുറച്ച് ഒരു റോഡ് ബൈസെക്റ്റ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, രണ്ട് റോഡും കൂടെ മേർജ് ചെയ്യുന്ന ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ വെസ്റ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇതേ രീതി തന്നെ ഇതിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇതില്ലാത്തൊരു ഇതൊരു ഐക്കണായിട്ട് കാണിക്കാത്തതിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് അൺഅവോയ്ഡബിൾ തിങ്സ് ഇൻ മാപ്പ്. പലരും പക്ഷേ ഇത് മറന്നു പോകാറുണ്ട്. പലരും ചേഞ്ചസ് എഴുതാൻ അല്ലെങ്കിൽ ഡയറക്ഷൻസ് യൂസ് ചെയ്യാത്തൊരു രീതി കാണുന്നുണ്ട്. You will not get a 7 band score there. Okay, so ഇനി നമുക്ക് എന്താണ് വേണ്ടത്? So you can see here, ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടല്ലേ. ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു പ്രോബ്ലം കാണും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം നോർത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോ മാക്സിമം അവിടെ നിന്ന് തന്നെ നിങ്ങൾ അടുത്ത ചേഞ്ചും കൂടെ പറഞ്ഞ് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ യു ക്യാൻ സീ എ പെട്രോൾ സ്റ്റേഷൻ ഓവർ ഹിയർ ആൻഡ് ദ സെയിം യു ക്യാൻ സീ ഹിയർ ഇൻ 2010. സോ അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ? ആൻഡ് ഹിയർ സോ ദർ ആർ സം, these are factories, right? And you can see in towards the north western side, or maybe in the middle portion of this particular area, there are some residential houses. Okay, ഇവിടെ ഉണ്ട് കുറേ residential houses ഉണ്ട്. You can see a canal flowing through this town. There is a local supermarket, one. ഇത് ഈ കാണുന്ന ഒരു പ്ലേസ്, ഇവിടെ ഈ പ്ലോട്ടിൽ ഇത് പറഞ്ഞിരിക്കുന്ന പ്ലേസ് ഇവിടെ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എ പാർക്ക്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ എ ചർച്ച് ഹിയർ അല്ലേ? ഇപ്പോൾ ലോക്കൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഫാക്ടറീസ് ആയി, പാർക്ക് വന്നിട്ടുണ്ട്, പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ട്, ആൻഡ് ദർ ആർ റെസിഡൻഷ്യൽ ഏരിയസ് അല്ലേ? സോ ഇത്രയുണ്ട്, റെസിഡൻഷ്യൽ ഹൗസസ് എല്ലാം ഉണ്ട്. കമ്മിങ് ടു 2010 വന്നപ്പോഴത്തേക്കിനും ഈ റെസിഡൻഷ്യൽ ഏരിയസ് ഒരു സൗത്ത് ഈസ്റ്റേൺ സൈഡിലേക്ക് മാത്രം ആയിപ്പോയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ എന്താണ്, നമ്മൾ റെസിഡൻഷ്യൽ ഹൗസസ് ഇല്ലാതെ ആയി എന്ന് പറയണമെങ്കിൽ അല്ലേ, എന്ത് വേർഡായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഇറ്റ് വാസ് നോക്ക്ഡ് ഡൗൺ. ഓക്കെ, ഇറ്റ് വാസ് നോക്ക്ഡ് ഡൗൺ. ഓക്കെ, സോ നോക്ക്ഡ് ഡൗണിൻ്റെ സ്പെല്ലിംഗ് KNOCKED, knocked down. Okay, KNOCKED, knocked down means അത് മാറ്റുക, തട്ടിക്കളയുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, so that is knocked down. Then we have the other word which is demolished. Okay, demolished, 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 demolished. Okay, തകർത്ത് കളയുക എന്നൊക്കെ ഒരു മീനിങ്ങിലാണ് അത് വരുന്നത്. സോ ബിൽഡിങ്സ്, കൺസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ട്രൈ മാക്സിമം ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് പ്ലീസ്. നമ്മൾ അതിന് പകരം മറ്റ് വേർഡ്സ്, ഈ ക്ലിയർഡ് എന്നുള്ള വേർഡാണ് പലപ്പോഴും സ്റ്റുഡൻസ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ അത് ശരിക്കും പറഞ്ഞാൽ അത് അത്ര അപ്രോപ്രിയേറ്റ് അല്ല ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ക്ലിയർഡ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്, ഫാം ലാൻഡ്സ് വേ ക്ലിയർഡ് എന്ന് പറയാം. ഓക്കെ, സോ അവിടെ ക്ലിയർ എന്ന് പറയുന്നാൽ കുഴപ്പമില്ല, ബിക്കോസ് അത് എല്ലാം മാറ്റിക്കളയുകയാണ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്ഷനാണ്. ദീസ് കൺസ്ട്രക്ഷൻസ് വെർ ഡിസ്ട്രക്റ്റഡ്, ഡിമോളിഷ്ഡ്, നോക്ക്ഡ് ഡൗൺ, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ,
And from there, instead of these things, നമ്മളിവിടെ ഒരു ലോക്കൽ സൂപ്പർ മാർക്കറ്റും കാണുന്നുണ്ട്. സോ അതൊക്കെ മാറി. So now instead of these residential areas, more commercial buildings can be seen. Okay, നമ്മൾ കൂടുതൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണാവുന്നത് ഇത് കണ്ടോ, ഇവിടെ എന്താണ്? ഇവിടെ ഒരു എയർപോർട്ടാണ്. ആൻഡ് ഏർലിയർ ദർ യൂസ് ടു ബി 1948 ടെൻസ് മാറും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു നീഡ് ടു ലുക്ക് അറ്റ് ദ ടെൻസ്. 1948 ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾ റീപ്ലേസ്ഡ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. സോ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് യൂസ് ചെയ്യുന്ന അതേ വേർഡ് ഫാക്ടറീസ് നശിപ്പിച്ചു എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ട്രൈ ടു സേ ദാറ്റ് ഇറ്റ് വാസ് destroyed or destructed, and in that place instead there was a airport which was facilitated for the public. Okay, which was facilitated for the public എന്ന് എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് it was facilitated in the town എന്ന് പറയുന്നതായിരിക്കും, because that is more appropriate for the topic, അല്ലേ? Then ഈ ലോക്കൽ സൂപ്പർ മാർക്കറ്റിനെ എന്താണ് ചെയ്തിരിക്കുന്നത്? Has been moved, has been shifted, okay, or relocated to the place where once there was park. അപ്പോൾ പാർക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് this local supermarket has been shifted from the eastern side to the center part of the town where once the park was located. Okay. And then through the middle of the town we can see a canal flowing by, and it is still the same, it remains the same, alle, remains unchanged or remains the same എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. And in some positions, some context, you can also include the word it remains stagnant എന്ന് എഴുതാം, but not in a map, because നമുക്ക് ഇവിടെ വരേണ്ടത് it remains the same എന്നുള്ളൊരു വേർഡാണ്. ഓക്കെ, then we can also say കനാൽ മാത്രമല്ല, കനാലിലുള്ള അടുത്തുള്ളത് തന്നെയാണ് ഈ റെസിഡൻഷ്യൽ ഏരിയ. So some of the residential houses definitely remains the same, and also the vegetation, the trees which can be seen on either side of the road are also the same. You don't see any greater changes happening in that particular facility over there. And then the next one what we have pending is regarding this church that can be seen. Maybe this is the south. Okay, അപ്പോൾ ഈ southern പാർട്ടിൽ നമ്മൾ കാണുന്ന എന്താണ്? There used to be a church. 1948 നമ്മളൊരു ചർച്ച് കാണുന്നുണ്ട്. And now instead of that church you can see a sports park or a sports stadium which has been replaced by the church. Okay, so instead of that this has been facilitated in the town. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു മാപ്പിൽ വരുന്നത്. സോ മാപ്പ് is mostly shows the changes between the changes that has happened in the same year and not in the same year, I'm very sorry, changes that has happened in 2 different years to the same area, to the same structure, to the same place. Okay, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു മാപ്പിൽ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയേണ്ടത്. സോ ഞാൻ ഈ ഒരു ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നെവർ യൂസ് എന്ത് കൈ കിട്ടിയാലും അത് യൂസ് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ ഒരിക്കലും മാപ്പിൽ ചെയ്യരുത്, ബിക്കോസ് ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വേർഡ്സ്, അതായത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ അപ്രോപ്രിയേറ്റ് പൊസിഷൻസിൽ അപ്രോപ്രിയേറ്റ് പ്ലേസസിൽ ഇട്ടിട്ട് തന്നെ നിങ്ങൾ വേണം അത് മനസ്സിലാക്കാൻ. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദിസ് സാമ്പിൾ. ഓക്കെ, സോ അതും കൂടെ കാണുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ഐഡിയ പ്രോപ്പറായിട്ട് വരും. The map portrays the modification which took place in an American town between 1948 and 2010. So നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? This is the introduction. So
എന്താണോ ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നത് നമ്മൾ അത് തന്നെ പാരഫ്രൈസ് ചെയ്ത് എഴുതുന്ന രീതിയാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാണുന്നത്. സോ the maps portray the modification which took place in an American town between 1943 and 1948 and 2010. All right. Overall, in spite of some significant changes, the dimension of town did not alter. So what do you mean by alter? Change എന്നുള്ളതിൻ്റെ ഒരു മീനിങ് തന്നെയാണ് ഓൾട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, however, these variations manifest the town developed gradually in terms of everything during this interval. Okay, so നമ്മൾ എന്താണ് പറയുന്നത്, ഈ വേരിയേഷൻസ് ഒക്കെ തന്നെ this has happened gradually. Okay, it has happened gradually. Okay, now let's move to the first body paragraph. Okay, ഇനി അടുത്ത പ്രോബ്ലം വരുന്നത് സ്റ്റുഡൻസിന് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം വരുമ്പോഴാണ് നെക്സ്റ്റ് ഒരു ചാലഞ്ചായിട്ട് പലരും പറയുന്നത് ഏത് ലിങ്കേഴ്സ് യൂസ് ചെയ്യാം അല്ലേ. അങ്ങനെ ലിങ്കേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ സ്റ്റാർട്ട് start with some kind of an expression like as it can be seen, it is evidently seen, we can see from the graph that. Okay, അങ്ങനത്തെ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. So residential apartments in the southeast corner of the town were untouched, and it is the same for the streets of the town and the canal. Moreover, the trees of the town were not chopped down. See, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വൊക്കാബുലറി ആണ്. സോ വെൻ യു റൈറ്റ് അബൌട്ട് ട്രീസ് യു ക്യാൻ സേ ഇറ്റ് വാസ് നോട്ട് ചോപ്ഡ് ഡൗൺ. ഓക്കെ, ട്രീ ആണ്, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. For new constructions, it is worth noticing that petrol station down the street which runs southwest to northeast was not demolished or repositioned. അതും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. It still remains unchanged എന്നാണ് നമ്മൾ പറയേണ്ടത്. Okay, so moving ahead. Okay, looking further at the maps, many changes took place during the period. The supermarket was relocated and the church was demolished to make way for a sports stadium. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ സാമ്പിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കിവിടെ കാണാം സൂപ്പർ മാർക്കറ്റിനെ നമ്മൾ എന്താണ് ചെയ്തത്, വി ഹാവ് റീലൊക്കേറ്റഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് ചർച്ചിനെ എന്ത് ചെയ്തു, ചർച്ച് വാസ് ഡിമോളിഷ്ഡ് ടു മേക്ക് വേ ഫോർ സ്പോർട്സ് സ്റ്റേഡിയം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറയാം. സ്പോർട്സ് സ്റ്റേഡിയം ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എയർപോർട്ട്സ് ആയിക്കോട്ടെ, സോ ദീസ് ആർ ഓൾ ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാവുന്ന വേർഡാണ് ഫെസിലിറ്റേറ്റഡ്. ഓക്കെ, യെസ്, so these are the vocabs related to these context. And the residential houses located at the corner of the main streets were knocked down in order to build two commercial structures. Furthermore, in 2010 there is an airport located in the eastern part, the place where 4 factories were running in 1948. The presence of commercial buildings in 2010 is noticeable, while houses and factories were predominant in 1948's map. So നമ്മൾ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്തത് അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആൻസർ, കാര്യങ്ങൾ, ഇൻഫർമേഷൻ. ഓക്കെ, സോ മാപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന നിങ്ങളുടെ ഡൗട്ട്സ് എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറീസ് റിലേറ്റഡ് വിത്ത് മാപ്പ് ഡിസ്ക്രിപ്ഷൻ, പ്ലീസ് ലെറ്റ് us know about it so that we can include that into our live sessions further. So അത് നിങ്ങൾ കൺവേ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ whether you need more live sessions like this, more topics like this, and also നിങ്ങളുടെ കോമെൻറ്റ്സിൻ്റെ ബേസിസിൽ ഞങ്ങൾക്ക് ലൈവ് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, സോ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇഫ് യു ഹാവ് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ട്രെയിനേഴ്സിന് ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ഹിയർ. വി ആർ ഓൾ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്.
അപ്പം നമുക്ക് തിരുവല്ലയിലും അതുപോലെ തന്നെ മാവേലിക്കരയിലും ഒക്കെ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ please make use of this opportunity and make your preparations more easier. Okay? സോ നമുക്കിനി നെക്സ്റ്റ് എക്സാം ഡേറ്റ് വരുന്നത് ജൂൺ 22 അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞങ്ങൾക്ക് തീർത്തു തരാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനിയും ഉള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി കുറച്ചും കൂടെ എന്താ പറയുക പ്രോപ്പറായിട്ട് തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലേ? അപ്പോൾ നിങ്ങളതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് let me wind off today's session, okay? And we'll meet in the upcoming sessions. Till then, this is Swapna signing off. Bye.